ഹലോ ഗൈസ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാനേജർ വന്നിട്ട് പറയാം, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ അങ്ങനെ മുഖംമൂടി ആക്രമണമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറയുവാണ്. അപ്പോൾ രാധികാമ്മ ചോദിക്കുക, ആക്രമണം ഇല്ലാഞ്ഞിട്ടാണോ ദൈവത്തോൻ്റെ തല പൊട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുവാണ്. അത് കഴിഞ്ഞ് ഗോവിന്ദ് വരുണ്ട മുഖത്തോട്ട് നോക്കിയിട്ട് ചിന്തിക്കുകയാണ്, ഒരെണ്ണം ഗീത് കൊടുത്താൽ രണ്ടാമത്തെ ആര് കൊടുത്തതായിരിക്കും? ഗീതു പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രേഖ കൊടുക്കാനാണ് ചാൻസ്. ഇവൻ്റെ കയ്യിലിരിപ്പിന് ഇവന് കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ. കിട്ടിയത് എന്തായാലും നന്നായെന്ന് ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ്. കഴിഞ്ഞ് ഗോവിന്ദ് ഓർക്കുവാണ്, പാവം ഗീതു അവൾ ഒറ്റയ്ക്ക് പുറത്ത് നിൽക്കുക. പയ്യെ ഇറങ്ങാമെന്ന് ഓർത്ത് നൈസായിട്ട് അങ്ങ് ഇറങ്ങുമ്പോഴേക്കും രാധികാമ്മ ചോദിക്കുവാണ്, നീ എങ്ങോട്ടാണ് കണ്ണാ പോകുന്നേ? പുറത്തേക്ക് ഇറങ്ങണ്ട, ആ മുഖംമൂടി ഇവിടെ ഉണ്ടായിരിക്കും, ഇവിടെയെങ്ങാനും വന്ന് ഇരിക്കുമെന്ന് പറയുവാണ് കേട്ടോ. അപ്പം ഗോവിന്ദ് ആകെ പെട്ടുപോവാണ്. അതേ സമയത്ത് രഞ്ജു ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെ ഫോണിലോട്ട് മാറി മാറി വിളിക്കുകയാണ് കേട്ടോ. അത് അവർണിയുടെ കയ്യിലാണ്. അവർണിയ അപ്പോൾ പറയുന്നുണ്ട്, ഇവരിവിടെ പെട്ടുപോയല്ലോ, ഇനി എന്താ ചെയ്യുന്നത്? രഞ്ജു ആണെങ്കിൽ പിന്നെയും വിളിക്കുന്നുമുണ്ട്, എന്താണെന്നും അറിയില്ല എന്ന് പറയുവാണ്. ആ സമയത്താണ് അയ്യപ്പണ്ണൻ രാധികാമ്മേനെ വിളിച്ച് അനാർക്കലി വന്ന കാര്യം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോൺ വന്ന് രാധികാമ്മ അവിടെ നിന്ന് മാറുന്ന കണ്ട് ഗോവിന്ദ് പറയാണ്, അമ്മ പുറത്തേക്ക് പോയല്ലോ, ഇനി മുഖംമൂടി എങ്ങാനും അമ്മേനെ ആക്രമിച്ചാലോ, ഞാനും പയ്യെ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പയ്യെ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ആ സമയത്ത് പയ്യെ രാധികാമ്മയുടെ പുറകിൽ കൂടെ ഗോവിന്ദ് വെള്ളോട്ട് പോവാണ്. അയ്യപ്പാണ്ണൻ പറയാണ്, അനാർക്കലി ഇവിടെ വന്നിട്ടുണ്ട്, രഞ്ജു ഗീതുവിനെ ഗോവിന്ദിനെ മാറി വിളിച്ചിട്ടുണ്ട്, ഇതുവരെ അവർ ഫോൺ എടുത്തിട്ടില്ല, അവളെന്തോ കാര്യം പറയണമെന്ന് പറഞ്ഞാൽ വന്നേക്കുന്നതെന്ന് പറയുമ്പം അനാർക്കലി ഫോൺ തട്ടിപ്പറിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് രാധിയമ്മയോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ 10 കോടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും, നീ വരുന്നവരെ ഞാനിവിടെ കാത്തിരിക്കും, ഇനിയിപ്പം നേരെ ഞാൻ അല്ലെങ്കിൽ ഗോവിന്ദിനെ ആയിരിക്കും വിളിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കേട്ട് പേടിച്ച ദേഷ്യം വന്ന് രാധിയമ്മ പറയുവാണ്, നീ ഒന്ന് അടങ്ങ് അനാർക്കലി, എന്ത് വേണമെങ്കിലും തീരുമാനം ഉണ്ടാക്കാം, സമാധാനപ്പെടുന്നു പറയുവാണ്. അത് കഴിഞ്ഞ് അയ്യപ്പണ്ണനോട് പറയുവാണ്, ഒരു കാരണവശാലും ഇത് ഗോവിന്ദ് അറിയരുത്, അവൾ അവിടെ വന്ന കാര്യമോ ഒന്നും അറിയരുതെന്ന് പറയുമ്പോൾ അയ്യപ്പണ്ണൻ പറയുവാണ്, ഇല്ല, കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ അറിയിക്കില്ല എന്ന് പറയുവാണ്. ഈ സമയത്ത് ധ്യാനും രഞ്ജുവും ചോദിക്കുന്നുണ്ട്, ഇതാരാന്ന് ചോദിക്കുമ്പം അയ്യപ്പണ്ണൊന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും രാധികാമ്മ പറയുന്നുണ്ട്, വേറെ എന്തെങ്കിലും പറഞ്ഞ് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യുക, ഞാൻ ഇന്ന് വൈകിട്ടത്തേക്ക് അവിടെ എത്തിയിരിക്കുമെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഗീതുവും ഗോവിന്ദും കാണുവാണ്. നല്ല രാത്രിയായി. ഗീതു പേടിച്ച് കുറച്ച് ഓടിച്ചെന്ന് ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എവിടെയായിരുന്നു, എന്നെ ഇട്ടേച്ച് പോയോ എന്നൊക്കെ ചോദിച്ചാൽ കുറേ നേരം കരയുവാണ്. അപ്പോഴത്തേക്കും ഗീതു പറയുന്നുണ്ട്, ഒരുപാട് ദേഷ്യം വന്നായിരുന്നു, കുറേ ചീത്ത പറയണമെന്നൊക്കെ ഓർത്താണ് ഞാനിരുന്നത്, പക്ഷേ ഗോവിന്ദേട്ടനെ കണ്ടു കഴിഞ്ഞപ്പം മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം മറന്നുപോയി, ഞാൻ എനിക്ക് സ്നേഹം കൊണ്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കാനോ തോന്നിയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ. എന്നിട്ട് ഗീതു പറയുവാണ്, ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾ ഞാനാ എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് പറയാം, അല്ല, ഏറ്റവും നിർഭാഗ്യവതി നീയാ, നീ ഇങ്ങനെ ജീവിക്കേണ്ടവളല്ല, നീ ഇത് ഡിസേർവ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, നീ അറക്കൽ ഗോവിന്ദ് മാധവൻ്റെ കാമുകിയല്ല, ഭാര്യയാണ്, അതെല്ലാവരും അറിയണം, അതിങ്ങനെ പേടിച്ച് കുറച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, റിസപ്ഷനിൽ എല്ലാവരും ഉണ്ട്, അതിപ്പോൾ തന്നെ പോയി പറയണമെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഈ ലോകം കണ്ട ഏറ്റവും വലിയൊരു മനുഷ്യൻ്റെ ഭാര്യയാണ് ഞാൻ, അതിൻ്റെ സന്തോഷം എനിക്കുണ്ട്, അതുമാത്രം എനിക്ക് മതിയെന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയാണ്, ഇനി ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ശരിയാവില്ല ഗീതു, എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ വാ എന്ന് പറഞ്ഞ് ഗീതുവിനെ കൂട്ടിക്കൊണ്ട് എല്ലാവരുടെയും അടുത്ത് പോയി, ഗീതു സ്വന്തം ഭാര്യയാണ്, ഇനിയും അമ്മയ്ക്കും പെങ്ങൾക്കും വേണ്ടി ഓരോ വാശികൾക്ക് വേണ്ടി തോറ്റു കൊടുത്ത് നിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ ഗീതുവിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഗീതു പറയുന്നുണ്ട്, എല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ പ്രിയോട് വേണം ആദ്യം നന്ദി പറയാൻ, വരും അപരിചിതരായിട്ട് കടന്നു പോകേണ്ട നമ്മളിങ്ങനെ ഒന്നിച്ചെങ്കിൽ ഇതുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പ്രിയയാന്നൊക്കെ പറയുവാണ് കേട്ടോ. അതേ സമയത്ത് എല്ലാവരും ഗോവിന്ദിനെ കാണാണ്ടായ ടെൻഷനിൽ അവിടെ ഇരിക്കുവാണ്. ആ സമയത്ത് കാഞ്ചന പറയുന്നുണ്ട്, സിംഗം സിംഗിളായിട്ട് പോയാലും കുഴപ്പമില്ല, വരും എന്ന് പറയുവാണ്. രാധികാമ്മയും പറയുന്നുണ്ട്, അത് നേരം ഇവൻ്റെ പോലെ തലക്കടി മേടിച്ചുകൊണ്ട് എന്തായാലും കണ്ണൻ വരുവേല, എന്നാലും കണ്ണൻ എവിടെയാണെന്ന് നമുക്ക് നോക്കാം എന്ന് പറയുവാണ് കേട്ടോ. എല്ലാവരും എന്നിട്ട് എന്നാൽ ശരി നമുക്ക് ഗോവിന്ദേട്ടനെ നോക്കാം എന്ന് പറഞ്ഞ് പയ്യെ അവിടെ നിന്ന് തപ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ആ സമയത്ത് മാനേജർ പറയാണ്, ആ മുഖംമൂടീനെ കിട്ടിയെന്നും പറഞ്ഞ് കിഷോറിനെ പിടിച്ചു വലിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. കിഷോറിനെ കാണുന്ന രാധികാമ്മയും വരുണും ഞെട്ടിപ്പോവാണ്. ബാക്കി എല്ലാവരും ഈവനോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിലും വരുണൊന്നും മിണ്ടുന്നില്ല. മാനേജർ അടിച്ചിട്ട് ചോദിക്കുക, എന്തിനാടാ നീ ഇവിടെ വന്നേ, എന്താ നീ ഇങ്ങേറെ തലക്കെട്ടടിക്കാൻ കാരണം എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പം ദേഷ്യം വന്നിട്ട് കിഷോർ പറയാണ്, എൻ്റെ ഭാര്യയെ ആരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ നോക്കിയാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുവാണ് കേട്ടോ. കിഷോർ ഉദ്ദേശിക്കുന്ന അജാസിനെ പറ്റിയാണേലും പറഞ്ഞു വരുമ്പോൾ എല്ലാവരും വരുണിനെ പറ്റിയാണെന്ന് ഓർക്കുവാണ് കേട്ടോ. പെട്ടെന്ന് രേഖയും തെറ്റിദ്ധരിക്കുവാണ്. രേഖയുടെ മുഖഭാവമൊക്കെ മാറുവാണ് കേട്ടോ. ഇങ്ങനെ വരുണിനെ തുറിച്ച് നോക്കുന്നുണ്ട്. ആ സമയത്ത് കാഞ്ചന പറയുന്നുണ്ട്, ഓ വരുൺ പാപ്പാ,
വരുൺ ബാപ്പ ഇയാളുടെ ഭാര്യയുടെ പുറകെയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും മാനേജർ കിഷോറിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോഴേക്കും പറയും, അയ്യേ എനിക്കെങ്ങും അറിയാൻ പാടില്ല, എനിക്കിതിലൊരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ, രേഖ നീ എന്നെ തെറ്റിദ്ധരിക്കരുതെന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് പ്രിയ കാഞ്ചനയോട് പറയുന്നുണ്ട്, ഇനി ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് രേഖ ചേച്ചിയുടെ മനസ്സും കൂടെ വേദനിപ്പിക്കാതെ മിണ്ടാതിരിക്കുക, നമുക്ക് ഗോവിന്ദൻ എവിടെയാണെന്ന് തപ്പാന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് ഗോവിന്ദനെ തപ്പാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ. ആ സമയത്ത് ഗോവിന്ദ് കൈയും പിടിച്ച് ഹാളിൽ വരുമ്പോഴത്തേക്കും ആരെയും അവിടെ കാണത്തില്ല. അപ്പം പറയാം, എല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ പറയാമെന്ന് ഓർത്തെ, സാരമില്ല, എന്തായാലും രാധികാമ്മയോട് ആദ്യം പറയാം, രാധികാമ്മ അവിടെ ഉണ്ടെന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ രാധികാമ്മ അവിടെ ആരോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് ഗീതുവിന് കൈ പിടിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, എന്തായാലും ഫോൺ വിളിക്കുമല്ലേ, അതുകൊണ്ട് കഴിയട്ടെ കണ്ണേട്ട, സംസാരിക്കട്ടെ, അതിന് ഇടയ്ക്ക് നീ ഇൻ്റർഫിയർ ചെയ്യേണ്ടെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദ് ഗീതും കൂടെ അവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് രാധികാമ്മ പറയുകയാണ്, അനാർക്കലി നീ പറഞ്ഞത് മനസ്സിലായി, ഞാൻ നിനക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം, നീ ഒന്ന് സമാധാനപ്പെടുക എന്ന് പറയുവാണ്. ഇത് കേൾക്കുന്ന ഗോവിന്ദ് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഞെട്ടിപ്പോകുന്ന ഗോവിന്ദ് പെട്ടെന്ന് ഗീതുവിനെ പിടിച്ചു വലിച്ച് അവിടെ ഒരു തൂണുണ്ട്, അതിൻ്റെ പുറകിലോട്ട് മറന്ന് നിൽക്കുവാണ്. എന്നിട്ട് അന്ന് വിജയലക്ഷ്മിയോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുവാണ് കേട്ടോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും രാധികാമ്മയ്ക്ക് അച്ഛനെ ചതിച്ച ആ സ്ത്രീയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവുകയില്ല എന്നൊന്ന് തറപ്പിച്ച് പറഞ്ഞ് ഓർക്കുവാണ്. എന്നിട്ട് തകർന്ന് നിൽക്കുവാണ് കേട്ടോ ഗോവിന്ദ്. അപ്പോഴേക്കും ഗീതു എന്താ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും മിണ്ടല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും അനാർക്കലി ഓരോന്ന് ആശ്വസിപ്പിച്ച് രാധികാമ്മ പറയുകയാണ്, ഞാൻ അവിടെ വരാൻ പരിഹാരം കാണാമെന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുന്ന ഗോവിന്ദ് ആകെ തകർന്നു പോവാണ് കേട്ടോ. രാധികാമ്മയുടെ ഭാഗത്തുനിന്ന് ഇതൊട്ടും പ്രതീക്ഷയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ ഒളിച്ചു നിൽക്കുന്ന ആ മുറിയുടെ വാതിൽ വന്ന് റിസപ്ഷനിലെ ആ പെണ്ണ് അടയ്ക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദ് ആകെ തകർന്നിങ്ങനെ ഭിത്തിയോട് ചാരി നിൽക്കുവാണ്. രാധികാമ്മ ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും തളർന്ന് നിൽക്കുന്ന ഗോവിന്ദിനെ ഇങ്ങനെ നോക്കി ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഗീതുവിനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.